Hey Siri, everything you want to know about Apple. Hi everyone, this is Jay from Evika. എല്ലാവർക്കും ഈ ഒരു 2023 അടിപൊളി വർഷമാവട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാനും എൻ്റെ എവിക്ക ടീമും ഒരു അടിപൊളി ന്യൂ ഇയർ വിഷ് ചെയ്യുകയാണ്. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് വിത്ത് എബിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ വന്ന കുറച്ച് ആപ്പിളിലെ പുതിയ അപ്ഡേഷൻ ന്യൂസും അതിലൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം കൂടിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ തുടങ്ങുന്നത് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. നമ്മുടെ ഒന്നാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ആപ്പിളിൻ്റെ അഡ്വർടൈസ്മെൻറ്റിൽ അവർ നല്ല രീതിക്കുള്ള പുഷ് കൊടുക്കാറുണ്ട്. ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ആപ്പിൾ പ്രൊഡക്റ്റ് കാണാനും വാങ്ങിക്കാനൊക്കെ നമുക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ ഈ കാണുന്ന ഒരു ഡിസ്പ്ലേ നിങ്ങൾ നോക്കി നമ്മുടെ ആപ്പിൾ വാച്ച് വെച്ചിരിക്കുന്ന ആ രീതി തന്നെ കണ്ട അപ്പോൾ നമ്മളെവിടെ പറഞ്ഞത് നമ്മുടെ ആപ്പിൾ വാച്ചിൻ്റെ ഡിസ്പ്ലേ എന്ന്. ആപ്പിൾ വാച്ചിൻ്റെ ഡിസ്പ്ലേ കാണുമ്പോൾ അല്ലെങ്കിൽ ആ ഡിസ്പ്ലേ വെച്ചിരിക്കുന്ന രീതി കാണുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെടും. ആ ഒരു സ്റ്റൈലിങ്ങും ആ ഒരു വെച്ചിരിക്കുന്ന ആ ഒരു ഭംഗിയെല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഡിവൈസിലേക്ക് അട്രാക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ രണ്ടാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് കഴിഞ്ഞൊരു ദിവസത്തെ ന്യൂസിൽ, അത് എപ്പിസോഡ് 5-ലോ 4-ലോ ഞാൻ പറഞ്ഞായിരുന്നു, പുതിയൊരു ആപ്പിളിൻ്റെ വർക്കൗട്ട് അല്ലെങ്കിൽ ആപ്പിൾ വാച്ചിൻ്റെ വർക്കൗട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതേപോലെ 2 വർക്കൗട്ടും കൂടെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഐക്ക എന്ന് പറഞ്ഞ കമ്പനിയുടെ മെറ്റീരിയൽ നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നതും, രണ്ടാമത്തെ നമുക്ക് ഈ ക്രിസ്മസിന് കിട്ടിയ പ്രസൻസ് ഇല്ലേ അത് ഓപ്പൺ ചെയ്യുന്നു. പക്ഷെ ഈ 2 വർക്കൗട്ട്സും എൻ്റെ ആപ്പിൾ വാച്ചിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് പോലും കാണുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇത് ചുമ്മാ ഏതെങ്കിലും ഒരു ഫാൻസ് ചുമ്മാ ഒരു ക്രേസിനായിട്ട് ഉണ്ടാക്കാനായിരിക്കും ചാൻസ് ഉണ്ടാകുന്നത്. നിങ്ങളുടെ ആപ്പിൾ വാച്ചിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു വർക്കൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴത്ത് എന്തായാലും കമൻറ്റ് ചെയ്യുക, വന്നാലും വന്നില്ലെങ്കിലും. നമ്മുടെ മൂന്നാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ വെബ്സൈറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടെന്ന് പറയാൻ പാടില്ല, നല്ല രീതിക്ക് അവർ പുതിയ പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. അത് എന്തായാലും ഇപ്പോൾ എന്തെങ്കിലും വേൾഡിൽ വരുന്ന പെൻഡമിക് ആയാലും വേൾഡിൽ വരുന്ന എന്തെങ്കിലും വലിയൊരു ഹിസ്റ്റോറിക്കൽ ചേഞ്ച് ആയാലും ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ അത് റിലേറ്റ് ചെയ്ത് അവർ ചേഞ്ച് വരുത്താറുണ്ട്. നമ്മുടെ സ്വന്തം ഫുട്ബോളിലെ കിങ് എന്ന് പറയുന്ന പെലെ മരിച്ചു പോയപ്പോൾ ബ്രസീലിൻ്റെ ആപ്പിൾ വെബ്സൈറ്റിൽ വന്ന ഈ ഒരു മാറ്റമാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചിരുന്നത്. വേറെ ഒരു രാജ്യത്തും ഈ ഒരു മാറ്റം വന്നിട്ടില്ല അവരുടെ ആപ്പിൾ സൈറ്റിൽ. പക്ഷേ ബ്രസീലിലെ ആപ്പിൾ വെബ്സൈറ്റിൽ ഈ ഒരു മാറ്റം ആപ്പിൾ കൊണ്ടുവന്നിരുന്നു. എനിക്ക് തോന്നുന്നില്ല വേറെ ഒരു മൊബൈലിൽ അല്ലെങ്കിൽ വേറെ ഒരു ടെക് കമ്പനിയും ഇത്രത്തോളം ഒരു വെബ്സൈറ്റിൽ പോലും ഡീറ്റെയിലിംഗ് നോക്കുന്ന അല്ലെങ്കിൽ ഡീറ്റെയിലിംഗ് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ടെന്ന്. നമുക്ക് കിട്ടുന്ന നാലാമത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ ഐപാഡ് പ്രോയിൻ്റെ ഒരു പുതിയ ലൈനപ്പ് വരാൻ ചാൻസ് ഉണ്ട്. അതും 2024 തുടക്ക സമയത്ത് തന്നെ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് കിട്ടാനും ചാൻസ് ഉണ്ട്. 11.1 ഇഞ്ചും 13 ഇഞ്ചിൻ്റെയും ഒരു പുതിയ ഐപാഡ് പ്രോ, അതും ഐപാഡ് ഹിസ്റ്ററി തന്നെ ഏറ്റവും ആദ്യമായിട്ട് OLED ഡിസ്പ്ലേ വെച്ചിട്ടുള്ള ഐപാഡ് പ്രോയാണ് ആപ്പിൾ ഈ ഒരു കൊല്ലം നമുക്കായിട്ട് റിലീസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഇത് ഏറ്റവും കൂടുതലുള്ള റൂമേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കുന്നതാണ്. എന്തായാലും നമുക്ക് കാണാം ഈ വരുന്ന ആപ്പിളിൻ്റെ ഫസ്റ്റ് ക്വാർട്ടറിൽ നമുക്ക് ഏതൊക്കെ പ്രൊഡക്റ്റ് റിലീസ് ആവുമെന്ന്. ആപ്പിളിൻ്റെ എയർപോഡ്സ് 2 വന്നപ്പോൾ അതിനുണ്ടായ ഒരു ഡിസൈൻ ചേഞ്ചാണ് ഈ പറഞ്ഞ ഇൻ ലൂപ്പിൽ അല്ലെങ്കിൽ ലൂപ്പ് ഹോൾ എന്ന് പറയുന്നത്. ആ ഒരു കേസിലുണ്ടാകുന്ന നമുക്ക് ത്രെഡ് ഇട്ട് ലൂപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ മാറ്റം, ആ ഒരു ഡിസൈനിൽ വന്ന മാറ്റം. പക്ഷേ ഈ പറഞ്ഞ ആപ്പിളിൻ്റെ എയർപോഡ്സ് 2 യൂസേഴ്സ് ഏറ്റവും കൂടുതൽ അണ്ടർ റേറ്റിംഗ് കൊടുക്കുന്ന ഒരു ഡിസൈൻ കൂടെയാണ് ആ പറഞ്ഞ ലൂപ്പ് ഹോൾ എന്ന്. ഒരാളും, അതായത് നമ്മുടെ ഈ പറഞ്ഞ ആ ഒരു റേഷ്യോ അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ ഒരു യൂസേഴ്സും ആ ഒരു ലൂപ്പ് ഹോൾ യൂസ് ചെയ്യുന്നില്ല. കേസ് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഹോൾ അടഞ്ഞു പോകും. അല്ലെന്നാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ നല്ല കേസ് സെലക്ട് ചെയ്ത് ലൂപ്പ് ഹോളിനുള്ള കട്ടിങ് ഉള്ള കേസ് നമ്മൾ നോക്കിയെടുക്കേണ്ടി വരും. പക്ഷേ അതിനൊന്നും ആൾക്കാർ മുതിരാറില്ല. നമ്മൾ കേസ് വാങ്ങിക്കുമ്പോൾ ആ ലൂപ്പ് ഹോളും കൂടെ അടഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആപ്പിളിൻ്റെ എയർപോഡ്സ് 2 വന്നിരിക്കുന്ന അണ്ടർ റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിസൈനിൻ്റെ മാറ്റമാണ് ഈ പറഞ്ഞ ലൂപ്പ് ഹോളെന്ന്. ആപ്പിൾ കമ്പനി ഒരു സോക്സ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക, സത്യമായിട്ടും സോക്സ് തന്നെ. പക്ഷേ നമുക്ക് കാലിടാൻ പറ്റുന്ന സോക്സ് അല്ല എന്ന് മാത്രം. അവിടെ ചെറിയ വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മുടെ ഈ പറയുന്ന ആപ്പിൾ കമ്പനിയുടെ പ്രൊഡക്ഷൻ ലൈനിൽ ഇപ്പോൾ ഇല്ലാത്ത ഒരു ഡിവൈസാണ് ഐപോഡ് എന്ന് പറയുന്നത്. പക്ഷേ ആ ഐപോഡിന് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന പോലെ പൗച്ചോ കേസോ ഇല്ലാത്തത് കൊണ്ട്
ആപ്പിൾ സ്വന്തമായിട്ടുണ്ടാക്കിയ ഒരു ഐപോഡിന് സോക്സ് ഉണ്ടായിരുന്നു. ആ ഒരു സോക്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ട്. പല കളേഴ്സിലായിരുന്നു ആ ഒരു സോക്സ് റിലീസായത്. ആ ഒരു സോക്സിന് തന്നെ അത്യാവശ്യം നല്ല റേറ്റും ആപ്പിളിൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പുതിയ കാര്യം ഇതൊരു ഫൺ ഫാക്റ്റായിട്ട് എടുത്താൽ മതി, പക്ഷേ എനിക്ക് കുറച്ച് കൂട്ടുകാരോട് പറയണമെന്ന് തോന്നിയതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇത് ആഡ് ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ പറഞ്ഞ ആപ്പിൾ ന്യൂസ് എബിയിൽ എന്തെങ്കിലും ചേഞ്ചസോ അതേപോലെ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴത്ത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാറ്റങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറമുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും ഒരു നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിൽ വരികയും അത് നിങ്ങൾ മറന്നു പോകാതെ കാണുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഞാൻ നിങ്ങളെ ഒന്നും കൂടെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് നിങ്ങൾക്ക് മാറാം. അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴിയും അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്കും ഞാൻ തൊട്ട് താഴെ കൊടുക്കുന്നുണ്ട്. Go follow me in Instagram too. And thank you so much for watching this whole video. This is Abin Xavier signing from Evika.